തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ തുല്യനിലയിലായ മുണ്ടേരി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം യുഡിഎഫിന്. എൽഡിഎഫിന്റെ ഒരു വോട്ട് അസാധുവായതിനെ തുടർന്ന് യുഡിഎഫിലെ സി.കെ. റസീന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മുണ്ടേരി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിൽ എൽഡിഎഫിന്റെ ഒരു വോട്ട് അസാധുവാകുകയായിരുന്നു. 22 വാർഡുകളാണ് മുണ്ടേരിയിലുള്ളത്. തെരഞ്ഞെടുപ്പിൽ 11 വീതം വാർഡുകളാണ് യുഡിഎഫിനും എൽഡിഎഫിനും ലഭിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് എൽഡിഎഫിനും 11 വോട്ട് യുഡിഎഫിനും ലഭിച്ചപ്പോൾ ഒരു വോട്ട് അസാധുവായി. CPM അംഗം ടി.കെ. സുനിൽകുമാറിന്റെ വോട്ടാണ് അസാധുവായത്. ഇതോടെ മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റായി യുഡിഎഫിലെ സി.കെ. റസീന തെരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി സുനിൽകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF ടൗണിൽ പ്രകടനം നടത്തി. മുണ്ടേരിയിൽ 58 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുള്ള വിധിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പറഞ്ഞു. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ 58 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള വിധിയാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. കണ്ണൂർ ജില്ലയിൽ തന്നെ അഴിമതിയുടെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ടാണ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ചത്. പാർട്ടി ഗ്രാമം എന്ന പേരിൽ പല സ്ഥലത്തും കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ടുണ്ട്. ആ അട്ടിമറിയൊക്കെ തന്നെ തകർത്തുകൊണ്ട് നല്ല വിജയമുണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പാടുപെട്ട എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച പ്രവർത്തകന്മാർ UDFിന്റെ പ്രവർത്തകന്മാരാണ്. ആ കരുത്ത് നമ്മൾ പ്രയോഗിച്ചു. അവരുടെ മനസ്സ്, അതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കണമെന്ന് ആഗ്രഹിച്ചു. അവരുടെ നമുക്കെല്ലാവർക്കും അറിയാം, CPMന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നാട് അദ്ദേഹത്തിന്റെ വാർഡ് ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചക്രക്കൽ.